വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. ഇത് 10th ലെവൽ 4ാം ഘട്ടം 8/2/2025 നടന്ന പരീക്ഷയുടെ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. എ. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ബി. ഗോത്ര മേഖലകളിലെ ഭരണ സംവിധാനങ്ങൾ പരാമർശിക്കുന്നു. സി. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഡി. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ഇതിൽ ആൻസർ ഏതാ? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ആണല്ലേ. ആൻസർ സി ആണല്ലേ. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി നൽകിയിട്ടുള്ള അധികാര വിഭാജനത്തെ പരാമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 11. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 11 ഭാഗം 11. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക 1ാം പട്ടിക. കേന്ദ്ര സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക 1ാം പട്ടിക. പഞ്ചായത്ത് രാജിനെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക 11ാം പട്ടിക. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക എന്നാണ് 11ാം പട്ടിക. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലയുടെ ഭരണത്തിനുള്ള വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന പട്ടിക 6ാം പട്ടിക. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഗോത്ര മേഖലയുടെ ഭരണത്തിനുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്ന പട്ടിക 6ാം പട്ടിക. അപ്പോൾ ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിട്ടുള്ളത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അധികാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണറി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണറി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം.
തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണലായി തിരഞ്ഞെടുക്കുക ക്രിക്കറ്റ് താരം. ഓപ്ഷൻസ്: എ 1ഉം 2ഉം ശരിയാണ്, ബി 3 മാത്രം ശരിയാണ്, സി 1ഉം 2ഉം 3ഉം ശരിയാണ്, ഡി എല്ലാം ശരിയാണ്. ഇതിന്റെ ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണല്ലേ. സച്ചിൻ രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 2012 സച്ചിൻ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 2012. സച്ചിന് ഭാരതരത്നം ലഭിച്ചത് 2014. സച്ചിന് ഭാരതരത്നം ലഭിച്ചത് 2014. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം സച്ചിനാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ നേടിയ ആദ്യ താരം സച്ചിനാണ്. 2019 ICC ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 ICC ഹോൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മാസ്റ്റർ ബ്ലാസ്റ്റർ, ബോംബെ ബോബർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മാസ്റ്റർ ബ്ലാസ്റ്റർ, ബോംബെ ബോബർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ്. സച്ചിൻ്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ്റെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ. സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് 2013 നവംബർ 16. സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതെന്നാണ് 2013 നവംബർ 16. സച്ചിന് ലഭിച്ച പ്രധാന ബഹുമതിയാണ് അർജുന. 1994 അർജുന അവാർഡ്. 1994 അർജുന അവാർഡ്. 1997-98 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന. 1997 വിസ്ഡൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. വിസ്ഡൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. 1999 പത്മശ്രീ. 2008 പത്മവിഭൂഷൺ. 2020 ലോറസ് സ്പോർട്സ് അവാർഡ്. മികച്ച കായിക നിമിഷത്തിനുള്ളത്. ഇത്രയും പ്രധാന ബഹുമതികളാണ് സച്ചിന് ലഭിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനം, യക്ഷഗാനം, ചവിട്ട് നാടകം, കൂടിയാട്ടം. ഇതിൽ ഓപ്ഷൻസ് വെച്ചാൽ നമുക്ക് തന്നെ കരുതും. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് പറയാം. ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്ഥി സുബ്ബ. യക്ഷഗാനം പാർത്ഥി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്ഥി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ. കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപമാണ് കേരള നടനം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ്. ബലയാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനം. ബലയാട്ടം എന്നറിയപ്പെടുന്നത് യക്ഷഗാനം. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ്. യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം. കേരളത്തിലേക്ക് ചവിട്ട് നാടകം എന്ന കലാരൂപം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിലേക്ക് ചവിട്ട് നാടകം എന്ന കലാരൂപം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം. ക്ഷേത്രവളപ്പിൽ കുത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്.
ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ട ദിവസമാണ് 41 ദിവസം. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ട ദിവസം 41 ദിവസം. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിന് പ്രവർത്തിക്കുന്ന സംഘടന മാർഗി. കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന മാർഗിയാണ്. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ലിംഗോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. എ. സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണിത്. ബി. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. സി. ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭവമാണിത്. ഡി. വളരെ മൃദുവായതും തവിട്ട് നിറത്തിലുമുള്ള അവസാദ ശിലയാണിത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. അതാണ് ലിംഗോസാറ്റ്. ലോകത്തിൽ ആദ്യമായി തടി കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിച്ച രാജ്യമാണ് ജപ്പാൻ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യൻ ദൗത്യമാണ് എക്സോപോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യൻ ദൗത്യമാണ് എക്സോപോസാറ്റ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ പേടകം അയക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ പേടകം അയക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യ രാജ്യം അമേരിക്ക. എക്സോപോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. എക്സോപോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. ISROയുടെ 60ാമത് PSLV ബഹിരാകാശ ദൗത്യമാണ് എക്സോപോസാറ്റ്. ISROയുടെ എത്രാമത്തെ? 60ാമത് PSLV ബഹിരാകാശ ദൗത്യമാണ് എക്സോപോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1 ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1 ആയിരുന്നു. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നായിരുന്നു. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ആഗസ്റ്റ് 23-നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ആഗസ്റ്റ് 23-നാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. എ. വ്യോമ അതിർത്തി, ജല അതിർത്തി. ബി. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. സി. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഡി. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ആൻസർ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 2.42 ആണ്.
ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഇന്ത്യയുടെ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചിരിക്കുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. 21.9 കിലോമീറ്ററാണ്. 21.9 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചിരിക്കുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെ, അല്ലെങ്കിൽ 21.9 കിലോമീറ്ററാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, പിഗ്നാലിയൻ പോയിന്റ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി, ഗുജറാത്തിലെ ഗുഹാർ മോത്തി. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ചൈന എന്നിവ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ചൈന എന്നിവ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശും ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏത്? ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം. ആൻസർ ഓപ്ഷൻസ്: എ കൊച്ചി, ബി തിരുവനന്തപുരം, സി തൃശ്ശൂർ, ഡി കോഴിക്കോട്. ഇതിൻ്റെ ആൻസർ ഡി കോഴിക്കോടാണ്. കോഴിക്കോടാണ്. യുനെസ്കോ സ്ഥാപിതമായത് 1945-ലാണ്. യുനെസ്കോ സ്ഥാപിതമായത് 1945-ലാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസും ഫ്രാൻസുമാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ് ആണ്. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിൻ്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. പശ്ചിമ ബംഗാളിനെ പൈതൃക വിനോദസഞ്ചാരത്തിൻ്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 105ആണ്. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV01. INTRV01. 2024 സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ. 2024 സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലവിൽ വന്ന പുതിയ ടെർമിനൽ അനന്ത. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിലവിൽ വന്ന പുതിയ ടെർമിനൽ അനന്ത. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ബി. ദേശീയ സാക്ഷരതാ മിഷന്റെ ശാക്തീകരണ യജ്ഞം. സി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി. ഡി. സർവശിക്ഷ കേരള പദ്ധതി പ്രകാരം നടത്തിവരുന്ന പരിപാടി. ആൻസർ എ ആണ്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം.
സുഹൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്യാൻസർ. സുഹൃതം പദ്ധതി ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നഗര ചേരികളിൽ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. നഗരങ്ങളിൽ ചേരികളിൽ താമസിക്കുന്നവർക്കായുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളശ്രീ. കുടുംബശ്രീ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളശ്രീ. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് തീർത്ഥം. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ആശാ കിരണം. ആശാ കിരണം. 8ാമത്തെ ക്വസ്റ്റ്യനാണ്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. 1. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരികമായ കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. 2. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കപ്പെട്ട തൊഴിലുകളാണിവ. 3. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി, 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. 3ാമത്തെ, ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി പുതുതായി പാസാക്കിയ തൊഴിൽ നിയമങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കൊപ്പം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പു നൽകുന്നു. ഇന്ത്യയിൽ ആദ്യമായി പുതുതായി പാസാക്കിയ തൊഴിൽ നിയമങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കൊപ്പം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പ് നൽകുന്നു. കാറ്ററിംഗ് ഇവന്റുകൾ മുതൽ സോഫ്റ്റ്വെയർ വികസനം വരെ എല്ലാത്തിലും മണിക്കൂർ തോറും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഗിഗ് വർക്കർമാർ എന്ന് വിളിക്കുന്നത്. ഗിഗ് വർക്കർമാർ എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് ഇവന്റ് മുതൽ സോഫ്റ്റ്വെയർ വികസനം വരെ എല്ലാത്തിലും മണിക്കൂറുകൾ തോറും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് ഗിഗ് വർക്കർമാർ എന്ന് വിളിക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോം വർക്കർ എന്നാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു പ്ലാറ്റ്ഫോം വർക്കർ എന്നാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ സ്വന്തം ശമ്പളം നിശ്ചയിക്കുകയും ചെയ്യാം. 1. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ സ്വന്തം ശമ്പളം നിശ്ചയിക്കുകയും ചെയ്യാം. ഇത് ഗിഗ് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത്തരം ജോലികൾ വിദ്യാർത്ഥികളെ വിപണിയിൽ പതിവില്ലാത്ത ജോലികൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കും. അടുത്ത ക്വസ്റ്റ്യനാണ്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്: എ. അശോക മണ്ഡപം, ബി. ആസ്ഥാന മണ്ഡപം, സി. മഹാമണ്ഡപം, ഡി. ഗണതന്ത്ര മണ്ഡപം. ഇതിൻ്റെ ആൻസർ ഡി, ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിൻ്റെ ദർബാർ മിഷൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. 2023 മെയ് 28-നാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണ ആകൃതി.
പഴയ പാർലമെന്റ് മന്ദിരത്തിന് നൽകിയ പുതിയ പേരാണ് സംവിധാൻ. സംവിധാൻ സദൻ. അടുത്തതാണ് ഔറംഗാബാദിന്റെ പുതിയ പേരാണ് സംഭാജി നഗർ. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് സംഭാജി നഗർ, മഹാരാഷ്ട്രയിൽ. ഒസ്മാനാബാദിന്റെ മഹാരാഷ്ട്രയിലെ പുതിയ പേരാണ് ധാരാശിവ്. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീ വിജയപുരം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. 1. കേരള വിനോദസഞ്ചാര ദിനം 2024. 2. കേരള വിനോദസഞ്ചാരം 2024. UNP 2024, ലോക വിനോദസഞ്ചാരം 2024. ഇത് തെറ്റാട്ടോ. ഇതിൻ്റെ ആൻസർ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കാരണം തന്നെ കേരള വിനോദസഞ്ചാര ദിനം 2024, വിനോദസഞ്ചാരം 2024 രണ്ടവണ ആവർത്തിച്ച് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റാണ്. കേരള വിനോദസഞ്ചാര ദിനം 2024 ആപ്തവാക്യം വിനോദസഞ്ചാരവും സമാധാനവും. എങ്കിലും ഇതിൻ്റെ കുറിച്ച് അനുബന്ധിച്ച് ഞാൻ പറയാം. കേരള വിനോദസഞ്ചാര ദിനവും 2024 ആപ്തവാക്യം വിനോദസഞ്ചാരവും സമാധാനവും. ലോക വിനോദസഞ്ചാരമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27. ലോക വിനോദസഞ്ചാര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 27. 1980 മുതൽ ലോക ടൂറിസം ദിനം ആചരിച്ചു വരുന്നു. 1980 മുതൽ ലോക ടൂറിസം ദിനം ആചരിച്ചു വരുന്നു. ലോക വിനോദസഞ്ചാര ദിനം 2024 വേദി ജോർജിയ. പരിസ്ഥിതി സംരക്ഷണ പരിപാടികളെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ആഗോള സംഘടനയാണ് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം, UNEP. UNEP സ്ഥാപിതമായത് 1972 ജൂൺ 5-നാണ്. UNEPയുടെ ആസ്ഥാനം നെയ്റോബി, കെനിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂപനപ്രസ്ഥാനവും മരുവൽക്കരണവും, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണവും, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും. അപ്പം ഞാൻ ഈ ഇതിലിട്ടേക്കുന്നത് ഞാൻ ആദ്യം ഒരുമിച്ച് ഇതായിട്ടിടാമെന്ന് വിചാരിച്ചത്. പക്ഷേ 10th ലെവൽ 4ാം ഘട്ടം 8/2/2025 നടന്ന ആദ്യത്തെ 10 പരീക്ഷയും അതിനനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണിത്. അടുത്ത ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി ആഡ് ചെയ്യാതെ ഇതിൽ ഞാൻ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 10 കേട്ടോ. അടുത്ത ഇതിൽ ബാക്കി നോക്കാം. അല്ലെങ്കിൽ അതൊരു 2 മണിക്കൂർ, ഇതിപ്പോൾ കണ്ടത് 10 ആയപ്പോഴത്തേനും അരമണിക്കൂറായി. അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേനും എന്തോരോ. അത് കാരണം 10 ആയിട്ടിടാം. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനോട് അനുബന്ധിച്ചതും കൂടി പറയുന്നതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. അതെല്ലാം മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും മാത്രം പറഞ്ഞു പോയാൽ മതിയെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ പോലെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമാണോ അല്ലയോ എന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.